നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തോടെ അതിനു മുമ്പ് വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷ സാഹചര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഭവിച്ചേക്കാവുന്ന യുദ്ധ സാധ്യതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ഇന്നത്തെ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആണവായുധ ബലമുള്ള രണ്ട് രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നതും. പാകിസ്ഥാന്റെ ആണവ നയപ്രകാരം തങ്ങൾക്കെതിരെ പ്രകോപനപരമായ ഒരു നീക്കത്തിലേക്ക് ഒരു രാജ്യം കടന്നാൽ അവർക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്നതാണ്. അതേസമയം ആണവ നയം എന്നത് നോ ഫസ്റ്റ് യൂസ് എന്നാണ്. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കപ്പെട്ടാൽ മാത്രമേ ഇന്ത്യ ആണവായുധ പ്രയോഗത്തിലൂടെ മറുപടി നൽകൂ എന്നതാണ് ഈ നയം വ്യക്തമാക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഫസ്റ്റ് യൂസ് നയമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുന്നത്. ആണവായുധങ്ങൾ എന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും അന്താരാഷ്ട്ര തലത്തിലെ സ്വാധീനത്തിന്റെയും സാങ്കേതിക വിദ്യാ വികസനത്തിന്റെയും പ്രതീകമായാണ് ഇന്നത്തെ ലോകം കണക്കാക്കുന്നത്. 1974 മെയ് 18 ഇന്ത്യൻ പ്രാദേശിക സമയം 8:05 ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയത്. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ആ പരീക്ഷണം നടന്നത് രാജസ്ഥാനിലെ ഇന്ത്യൻ ആർമി ബേസായ പൊഖ്രാൻ പരീക്ഷണ റേഞ്ചിലായിരുന്നു. അന്ന് പരീക്ഷിക്കപ്പെട്ട അണുബോംബിന്റെ പ്രഹരശേഷി 8 കിലോ ടൺ ആയിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ 5 സ്ഥിരാംഗങ്ങളല്ലാതെ മറ്റൊരു രാജ്യം ആണവ പരീക്ഷണം നടത്തിയെന്ന പ്രത്യേകതയും ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിനുണ്ടായിരുന്നു. ഈ ആദ്യ പരീക്ഷണത്തിന് 24 വർഷങ്ങൾക്ക് ശേഷം 1998 ഇന്ത്യ രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടത്തിയത്. 1998 മെയ് 11 13 ഇടയിൽ പൊഖ്രാൻ മരുഭൂമിയിൽ ഇന്ത്യ 5 ആണവ പരീക്ഷണങ്ങളാണ് നടത്തിയത്. അതിൽ 45 കിലോ ടൺ പ്രഹരശേഷിയുള്ള ആണവ ബോംബുകളുടെ പരീക്ഷണമാണ് നടന്നത്. ഓപ്പറേഷൻ ശക്തി എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ആ പരീക്ഷണങ്ങളോടെ ഇന്ത്യയുടെ പേര് അന്താരാഷ്ട്ര തലത്തിൽ ആണവ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു. ഈ പരീക്ഷണത്തിന് ദിവസങ്ങൾക്ക് ശേഷം 1998 മെയ് 28 പാകിസ്ഥാനും ബലൂചിസ്ഥാനിലെ ചഗായ് കുന്നുകളിൽ സ്ഫോടനം നടത്തി തങ്ങളുടെ ആണവായുധ പരീക്ഷണം വിജയം കണ്ടുവന്ന അവകാശവാദവുമായി മുന്നോട്ടു വന്നു. 2024 കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ കൈവശം ഏകദേശം 160 മുതൽ 170 വരെ ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും സൈനിക വിശകലന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആണവായുധങ്ങൾ കൈമാറാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ആണവായുധ വാഹക ശേഷിയുള്ള ഫൈറ്റർ ജെറ്റുകളും പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്നും പറയപ്പെടുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികൾ കാരണം അവരുടെ ആണവായുധ സുരക്ഷയെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ പലപ്പോഴായി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആണവായുധ ശേഷിയുള്ള രാജ്യമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും ആ രാജ്യത്തിന്റെ ആണവായുധ പരീക്ഷണത്തെയും ശേഖരത്തെയും സംബന്ധിച്ച് ഒട്ടനേകം എതിർവാദഗതികളും നിലനിൽക്കുന്നുണ്ട്. പല ആഗോള മാധ്യമങ്ങളും പാകിസ്ഥാന് ആണവായുധ ശേഖരമില്ല എന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ചില ഭൗമരാഷ്ട്രീയ വിദഗ്ധരും പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയിൽ സംശയം പ്രകടമാക്കിയിട്ടുണ്ട്. അത്തരമൊരു കരുത്ത് പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിനുണ്ടായിരുന്നുവെങ്കിൽ അവർ അത് എത്ര പണ്ടേ പ്രയോജനപ്പെടുത്തിയേനെ. പ്രത്യേകിച്ച് 1999 നടന്ന കാർഗിൽ യുദ്ധസമയമൊക്കെ പാകിസ്ഥാൻ ഏറെ പ്രതിരോധത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളായിരുന്നുവെന്നും അത്തരം നിരീക്ഷകർ സമർത്ഥിക്കുന്നു. പാകിസ്ഥാന്റെ കൈവശം ആണവായുധം ഇല്ലെന്നതിന് തെളിവായി ഒട്ടനേകം കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്. 1963 രൂപീകൃതമായ അന്താരാഷ്ട്ര കരാറുകൾ പ്രകാരം ആണവ പരീക്ഷണങ്ങൾ ഒരിക്കലും അന്തരീക്ഷത്തിലോ ജലത്തിലോ നടത്തരുതെന്നാണ്. പകരം ഭൂമിക്കടിയിൽ മാത്രമേ നടത്താനാവൂ. അതിനാൽ തന്നെ വൻ കുഴികൾ, അതായത് ഏകദേശം 200 മുതൽ 800 മീറ്റർ വരെ ആഴമുള്ള ഷാഫ്റ്റ് എന്നറിയപ്പെടുന്ന കുഴികളിലാണ് ആണവ വസ്തുക്കളും അവയുടെ പ്രവർത്തന സംവിധാനങ്ങളും ഇറക്കി മണ്ണിട്ട് മൂടി ഉറപ്പിക്കുന്നത്. ഈ ഭീമൻ കുഴികളിൽ നിന്നും കിലോമീറ്ററുകൾ അപ്പുറത്തേക്കുള്ള നിയന്ത്രിത സ്റ്റേഷനുകളിലേക്ക് ദീർഘനീളത്തിലുള്ള കേബിളുകളും മറ്റ് സംവിധാനങ്ങളും സജ്ജമാക്കേണ്ടതായുമുണ്ട്. ഇത്രയും വലിയ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കാൻ മാസങ്ങൾ നീളുന്ന പ്രയത്നവും വൻ തുകയും വിദഗ്ധ മേൽനോട്ടവും ആവശ്യമാണ്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ ഒരുക്കുന്നത് അമേരിക്ക അടക്കമുള്ള ലോകശക്തികളുടെ ഉപഗ്രഹ നിരീക്ഷണങ്ങളുടെ കണ്ണുവെട്ടിച്ചുമായിരിക്കും. അത്തരത്തിൽ അമേരിക്കൻ ചാരോപഗ്രഹത്തിന്റെ നിരീക്ഷണത്തിൽ അകപ്പെട്ടതിനെ തുടർന്ന് 1992 നടന്ന ഇന്ത്യയുടെ ആണവ പരീക്ഷണ തയ്യാറെടുപ്പുകൾ US ചെലുത്തിയ സമ്മർദ്ദത്തെ തുടർന്ന് പാളിപ്പോയിരുന്നു. പിന്നീട് അതീവ തന്ത്രപരമായാണ് ഇന്ത്യ 1998 ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്.
എന്നാൽ ഇന്ത്യയുടെ ആ പരീക്ഷണത്തിനു പിന്നാലെ ഏതാനും ദിവസങ്ങൾക്കകം പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തി വിജയിച്ചുവെന്നത് വിശ്വാസയോഗ്യമല്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒട്ടും എളുപ്പമല്ലാത്ത തയ്യാറെടുപ്പുകളും കഠിന ശ്രമങ്ങളും ആവശ്യമായ ആണവ പരീക്ഷണമെന്ന ബൃഹത് പദ്ധതി എങ്ങനെ അവർ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ സാധ്യമാക്കിയെടുത്തുവെന്നത് ഒരു ചോദ്യമാണ്. വളരെ രഹസ്യാത്മകമായി ദീർഘനാളത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് അവർ അത് സാധിച്ചെടുത്തതെന്ന് സമ്മതിച്ചാൽ തന്നെ അതോടനുബന്ധിച്ചുയരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആണവ പരീക്ഷണ സ്ഫോടനത്തിനായുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽ അവർക്ക് എങ്ങനെ ലഭിച്ചു എന്നത്. ഒരു ആണവ സ്ഫോടനത്തിന് അനിവാര്യമായ യുറേനിയം 235 എന്ന ഐസോട്ടോപ്പ് മതിയായ അളവിൽ ലഭ്യമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്ന യുറേനിയം 238 0.2 മുതൽ 0.7% വരെ മാത്രമേ യുറേനിയം 235 ഉണ്ടാകൂ. ഇങ്ങനെയുള്ള യുറേനിയം 238 നിന്നുമാണ് യുറേനിയം 235 വേർതിരിച്ചെടുക്കുന്നത്. 3 മുതൽ 4% വരെ യുറേനിയം 235 ഉള്ള ഇന്ധനമുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രവർത്തനങ്ങൾ നടക്കും. എന്നാൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അതുപോരാ. അതിനായുള്ള ഇന്ധനത്തിൽ 90% യുറേനിയം 235 അത്യന്താപേക്ഷിതമാണ്. യുറേനിയം 238 ഐസോട്ടോപ്പുള്ള ഇന്ധനത്തെ പല അതിസങ്കീർണ പ്രക്രിയകൾക്ക് വിധേയമാക്കി സമ്പുഷ്ടീകരിച്ചാണ് യുറേനിയം 235ന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത്. ഈ സമ്പുഷ്ടീകരണ ഘട്ടമാണ് ആണവായുധ നിർമ്മാണത്തിലെ നിർണായക ഘട്ടം. എന്നാൽ പാകിസ്ഥാന് ഇത്തരമൊരു ആണവായുധ നിർമ്മിതിക്കായുള്ള മതിയായ യുറേനിയം സ്രോതസ് ഇല്ല. അത്തരത്തിലുള്ള ചില ഖനികൾ അവർക്കുണ്ടെങ്കിലും അവയിലും വളരെ കുറച്ചു മാത്രം യുറേനിയം നിക്ഷേപമേയുള്ളൂ. അതേസമയം യുറേനിയം സമ്പത്തുള്ള ഒരു രാജ്യവും പാകിസ്ഥാനെ സഹായിക്കാൻ മുന്നോട്ട് വരില്ല എന്നതും ഉറപ്പാണ്. എന്നാൽ ചൈന പാകിസ്ഥാന് സമ്പുഷ്ടീകരിച്ച യുറേനിയം നൽകുമെങ്കിലും അത് അവിടുത്തെ ന്യൂക്ലിയർ പവർ റിയാക്ടറുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ അളവിൽ മാത്രമേ നൽകുന്നുള്ളൂ. അതുപയോഗിച്ച് ആണവായുധ നിർമ്മാണം സാധ്യവുമല്ല. യുറേനിയത്തിനൊപ്പം പ്ലൂട്ടോണിയവും ആണവായുധ നിർമ്മാണത്തിന് അത്യാവശ്യമാണ്. ന്യൂക്ലിയർ റിയാക്ഷനെ തുടർന്നുണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് പ്ലൂട്ടോണിയം വേർതിരിക്കുന്നത്. അതും അത്ര വേഗം ലഭ്യമാകില്ല. ദീർഘനാളുകളായി ആണവ റിയാക്ടറുകൾ പ്രവർത്തിച്ചാൽ മാത്രമേ ചെറിയ അളവിലെങ്കിലും പ്ലൂട്ടോണിയം ലഭ്യമാവുകയുള്ളൂ. പാകിസ്ഥാനെ സംബന്ധിച്ച് പേരിന് 6 ആണവ റിയാക്ടറുകൾ ഉണ്ടെങ്കിലും പ്രവർത്തനക്ഷമമായത് 1 മാത്രമാണ്. അതിൽ നിന്നും ആണവായുധ നിർമ്മാണത്തിന് ആവശ്യ പ്ലൂട്ടോണിയം ലഭ്യമാകില്ല എന്നും പാകിസ്ഥാൻ ആണവായുധ രാഷ്ട്രമല്ല എന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയെ സംബന്ധിച്ച ഒട്ടനേകം വാദഗതികളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ പാകിസ്ഥാനെ ഒരു ആണവായുധ രാഷ്ട്രമായി തന്നെയാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ആണവായുധങ്ങൾ സ്വന്തമായുള്ള ശത്രു രാജ്യത്തിനെതിരെ സ്വീകരിക്കുന്ന സമീപനങ്ങളും നീക്കങ്ങളുമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിവരുന്നതും. വാർത്തയുടെ നിറം തേടി തനി നിറം.